ഫോൺ എടുക്കാൻ വേണ്ടി ഓടി വീട്ടിൽ പോയതിൻ്റെ ഇടയിൽ കൂടി മുള്ളംപന്നിയും പോയി, മുള്ളംപന്നിയുടെ അച്ഛനും പോയി. അവർക്കറിയാം ഞാൻ അവരെ വിറ്റ് ജീവിക്കണേന്ന്, അതുകൊണ്ടാണ് അവർ മൈൻഡ് ചെയ്യാത്ത. പെരിച്ചാഴിയെല്ലാം പിടിച്ച് ഫ്രൈ ചെയ്ത് പാമ്പച്ചാറ്, തവളാച്ചാറ് എല്ലാം ഉണ്ട്. ഓ കയറിൻ്റെ ഇടയിൽ എന്തിനൊക്കെ പാറ്റ എലിയുടെ കാണും. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ ഹെയർ. ചുമ്മാടെന്ന് നമ്മൾ വിചാരിക്കും കോൺക്രീറ്റിന് വെയിറ്റ് വന്നതെന്ന്. പൊത്ത് കയറിയാൽ വല്ലതും വിളിക്കാൻ പറ്റുമോ? വിളിച്ചാൽ എനിക്കറിയാമോ ഇവൻ പൊത്ത് കയറിയിട്ടാണ് വിളിക്കണേന്ന് ഇവൻ്റെ ഭാഷയിൽ. തേയ് വേർന്ന് ഇത് കയറായിട്ട് ചെയ്തില്ലായിരുന്നു. ഈ മുമ്പിൽ ആഫ്രിക്കക്കാരുടെ മുമ്പിൽ നാണം കെടുവരുന്നു. എൻ്റെ മാനം കാത്ത് യശോപ്പാ. ആടയാളം ഓടയാളം ദേവിലാസം എൻ്റെ ഇംഗ്ലീഷ്. പാമ്പിനേറ്റ പിടിച്ച് അടച്ചു വെച്ചിരിക്കണായിരിക്കും. ഞാൻ കാണിച്ചു തരാമേ ടോർച്ചടിച്ച്. പാവാ സൈക്കിളിൽ വായണ്ടായിരുന്ന അത് കിടന്ന് വിളിക്കുമായിരുന്നു ഇവറാന്ന്. ഒരു ഭാര്യയിൽ 6 മക്കൾ. ടപ്പോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ടാണെങ്കിൽ ഒരു നിവർത്തില്ല. ഇതൊക്കെ തറയിൽ നിൽക്കാൻ പറ്റൂല എനിക്ക്. വിടൂല എന്നെ ഇവനെ എടുക്കണം എപ്പോഴും. തോളിൽ കയറണം ഇവന്. ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം ടെൻഷനാണ്. നമ്മളെ സ്ഥലം എന്തോ അവിടെയാണ്. എവിടെ എൻ്റെ കൈ? അതോ അവിടെ കൈയും കാണാനില്ല. ഇവിടെയാണ് പരിപാടി. ഇത് ഇവൻ്റെ ചേച്ചിയാണ്. ഇവർ 6 പേരാണ്. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇതൊക്കെ തന്നെ പരിപാടി. ഇങ്ങനെ ഈ വീട്ടിൻ്റെ ഓണർ 2 ഭാര്യയുണ്ട്. ഒരു ഭാര്യയിൽ 6 മക്കൾ. ടപ്പോ 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 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ ഭാര്യയിൽ ഇപ്പം നിലവിൽ ഇന്നലെ വരെ 4 ആയിരുന്നു. ഇന്നിന് എത്ര ആകുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഇവിടെ സംഭവം. ഡെയിലി രാവിലെ വരുമ്പോഴത്തേക്ക് ഒന്നിനെ പറ്റി വെച്ചുകൊണ്ടൊക്കെ നിൽക്കും. ഞാൻ കളിയാക്കണമല്ല. ഇവിടെ സംഭവം ഇതാണ്. ഇവിടെ ആഫ്രിക്കയിലെ മെയിൻ പ്രശ്നമാണിത്. ഇതാണ് ഇവരെ ഫുഡ്. ഇത് നമ്മളെ കത്തിരിക്കയാണ്. കത്തിരിക്ക ഉണക്കി ഇത് ഇവർ വിൽക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ കസവ എന്ന് പറഞ്ഞാൽ എന്തോന്ന്? മരിച്ചിനി. ഇത് വാട്ട് ഈസ് ദിസ്? മെയ്സ്. ഇതാണ് മെയ്സ് ചെടി. ഇത് മരിച്ചിനിയെ കസവ എന്ന് പറയും. ബീൻസ് വേറെ. ബീൻസ് ഇതിൻ്റെ ഇടയിലുണ്ട് ബീൻസ്. അതാണ് ഇവിടെ സംഭവം. ഇത് ഇവരെ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവരുടെ വലിയ വാട്ടർ ടാങ്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം. പാവം. ഓപ്പൺ, നോ പ്രോബ്ലം. ഓക്കെ. എന്തൊരു പ്രോബ്ലം ഇവിടെ അല്ലേ. ഇവിടെ തന്നെ തീറ്റയും കുടിയെല്ലാം നമ്മൾ ഇതാ പോകണം. മണിയും പൂച്ച. എന്താ കലാവിരുതുകൾ മൊത്തം റെഡിയായി കേട്ടോ. ഇതാണ് ഇവരുടെ കിച്ചൺ. ഫുള്ള്. ഓപ്പൺ കേട്ടോ. എന്തോന്നു? അയ്യോ കണ്ടൂടാ കേട്ടോ ഒന്ന്. പുല്ലുകറി എന്തിനാന്താ ഇവിടെ തിന്നാൻ പറ്റാന്നില്ല. ഇതാണ് പച്ച ഇലയൊക്കെ വെട്ടി അരിഞ്ഞ് ഇറക്കിയൊക്കെ തിന്നും. ഭരണിക്കകത്ത് എന്തെങ്കിലും നോക്കാം. ഇതിനാന്തോ ഭരണിക്കകത്തൊന്ന് കണ്ടൂടാ. പാമ്പിനേറ്റ പിടിച്ച് അടച്ചു വെച്ചിരിക്കണായിരിക്കും. ഞാൻ കാണിച്ചു തരാമേ ടോർച്ചടിച്ച്. വെയിറ്റ് ടോർച്ച്. അയ്യോ ഒന്നുമില്ല. വെള്ളം ശശിയായി. കാണും പാമ്പച്ചാറൊക്കെ കാണും ഇവിടെ. പാമ്പച്ചാറ്, തവളാച്ചാറ് എല്ലാം ഉണ്ട്. ഇവിടെ തുറപ്പ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ പരിപാടികളും ഡിഫറൻ്റാണ്. എല്ലാം. ഇത് വേറെ ലോകമാണ്. ഇത് വേറെ രാജ്യമാണ്. തുറപ്പയിൽ വേറെ ഡിഫറൻസ് കണ്ട. എല്ലാം തുറപ്പ. ഒരു പല്ലി കഴിക്കണെന്നൊക്കെ പറഞ്ഞ അവന്മാർ മറ്റേ ഈ കക്കൂസൊക്കെ കഴിവും പോലെ കമ്പും തടിയൊക്കെ എടുത്തിട്ട് ചവിട്ടി പിടിച്ചൊക്കെയാണ് വാക്കിക്കകത്തിട്ട് കുത്തിക്കയറ്റണ കമ്പിനാ പല്ലി കഴിക്കണത്. അത്ര സീനാണ് ഇവന്മാർ മൊത്തം ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ആഫ്രിക്കയിൽ എഴുത്തുമാനെയൊക്കെ അറിയാം കേട്ടോ. അവർക്ക് ഇവരെല്ലാം ഫുൾ അപ്ഡേറ്റ് ആണ്. കറണ്ടില്ല, ഫോണില്ല എങ്കിലും ഒരു ഫുൾ അപ്ഡേറ്റ് ആണ്. ഇംഗ്ലീഷൊക്കെ എന്നെക്കാളും എനിക്കെന്തൊരു ആടയാളം ദേവിലാസം എൻ്റെ ഇംഗ്ലീഷ്. ഇതാ പോണ്. ഹലോ ഹായ്. മാങ്ങക്കറിയാലോ. മാങ്ങ ഇപ്പം മാങ്ങയുടെ സീസണാണ്. മൊത്തം മാങ്ങയാണ്. ഇതാണ് എൻ്റെ പരിപാടി.
ഹായ് ഹായ്. കലിപ്പ് അവർക്കറിയാം ഞാൻ അവരെ വിറ്റ് ജീവിക്കണേന്ന്, അതുകൊണ്ടാണ് അവർ മൈൻഡ് ചെയ്യാത്ത. അത് ക്യാമറ ഇല്ലെങ്കിൽ അവർ നിന്ന് സംസാരിച്ചിട്ടൊക്കെ പോകും. ഒരു ഭയങ്കര സ്നേഹമാണ്. അല്ല അതെ, ബാക്കിൽ നിന്ന് പോയാലോ കലിപ്പാവും, ടെൻഷനാവണെങ്കിൽ വേണ്ട. ഇതാണ് റഫായി. സീറ്റ് പോലും ഇല്ല. പായലെന്തൊരു കാണിക്കണമെന്ന് വല്ലടോ കയറി പോവേ. നോ സീറ്റ്. ടെൻഷനാവണം എനിക്കിതൊക്കെ കാണുമ്പോൾ. മാരി പൊത്ത് കയറിയാ വല്ലതും വിളിക്കാൻ പറ്റുമോ? വിളിച്ചാൽ എനിക്കറിയാമോ ഈ പൊത്ത് കയറിയിട്ടാണ് വിളിക്കണേന്ന് ഇവൻ്റെ ഭാഷയിൽ. ഡേയ് എന്താടാ കാണിക്കണ മണിയാ? സൈക്കിളുകൾ കൊണ്ടിട്ടിരിക്കുന്നു നോക്ക്. നോ സീറ്റ്. വേർ ഇസ് യുവർ സീറ്റ്? ബിക്കോസ് മെയിൻ പ്രോബ്ലം ബ്രദർ യു ഡോണ്ട് നോ. സീറ്റ് അവിടെ ഉണ്ടെന്ന്. സീറ്റ് അവിടെ കിടക്കണം. ഡേയ് പൊത്ത് കയറി മൂലത്ത്. ചിരി വേണം എനിക്ക്. ഓ അവന് ഇളവി വാദ ഇളവി ഓ അടുത്ത്. ഇതൊക്കെ തന്നെ ഇവിടെ പരിപാടിയുണ്ട്. ഇതൊക്കെ കാണുമ്പം എനിക്കും തോന്നുന്നുണ്ട്. ഇത് എയറൊന്നുമില്ല സൈക്കിളിന്. എയറില്ല, ഡ്രമ്മ്, കോട്ടൺ, ചെയിൻ ഉണ്ടാകുന്ന പോലെ അറിഞ്ഞൂടാ. പാവാ സൈക്കിളിന് വായണ്ടായിരുന്ന അത് കിടന്ന് വിളിക്കുമായിരുന്നു ഫിറാന്ന്. ടെൻഷനാവണം എനിക്ക്, ടെൻഷനാവുകയാണ്. വിടൂല. എന്തിനോ കണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടിന്. ആളെ സീറ്റ് ഫിറ്റ് ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞ അവർ മനസ്സിലായിട്ടോ പൊത്ത് കയറുമെന്ന്. ടെൻഷനായി കാണും. സീറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. I want help you. I can help you. I know everything. Yeah, I know. നീ ബോർഡ് കാണിച്ചെന്നാണ് പറയണത്. ഇത് ഡേ എടാ പയലെ ആദ്യം ബോൾട്ട് ലൂസാക്ക്. യു ഫസ്റ്റ് റിമൂവ് ദിസ് വൺ. യു ഫസ്റ്റ് കം. ഞാൻ ഇറങ്ങിയാലേ പരിപാടികൾ നടക്കും കേട്ടാ. ഞാൻ ഇവർക്ക് ശരിയായി കൊടുക്കാം ഗൈസ്. യു ടേക്ക് മൈ വീഡിയോ. യു നോ? Yeah, don't do anything. Only you. Ndalda. Aniya. Adichu. I want one more scanner. One more. Very big. Camera thing on the thing. Ellarum. Very big. Hey, in the camera. Hey, you hold there. It's like any marking. What's the matter? Hey, I want the hammer or anything for. Okay. You give the seat. Nimia kom. You take that one. Super. Yes. തേയുമായിരുന്നു. ഇത് കയറായിട്ട് ചെയ്തില്ലായിരുന്നു. ഈ മുമ്പിൽ ആഫ്രിക്കക്കാരുടെ മുമ്പിൽ നാണം കെടുവായിരുന്നു. എൻ്റെ മാനം കാത്ത് യശോപ്പാ. Super. It's enough? No. Your height? This is not your height? You want down? Okay. Down, go away. Come again, another way. Okay. നമ്മളെ നാട്ടിൽ എത്രയൊക്കെ വണ്ടികൾ പൊളിച്ച് പണിതെന്ന് അറിയാമോ പിള്ളേരെ നിങ്ങൾക്ക്? അയ്യോ. It's enough. It's enough. Tired. But tight. ഡേയ് കൈ എഴുത കയ്യെ കൊത്തിക്കളയുന്നില്ല. Genesis, you live. വാദ. Stay calm. സമാധാനം താഴെ. Okay. This is enough. Wait. Okay. എല്ലാം സെറ്റ്. സൂപ്പർ. ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറ എടുത്ത് സഹായിച്ച
സുഖമായിരിക്കും കുടുംബത്തിനും വളരെ നന്ദി അറിയിക്കുന്നു. ഹായ്, Hi. താങ്ക് യു. Thank you. യാ, ദിസ് ഈസ് മൈ ഫ്രണ്ട്. നല്ല മുടിയാണ്, പെണ്ണാണ് കേട്ടാ, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പൊടി പെണ്ണാണ്, എന്താ പറയില്ല. ആഫ്രിക്കയിലെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്ത് നിർത്തിയതോ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് ഒളിഞ്ഞു നോക്കിയാണ് എന്നെ. ഞാൻ ഇവരുടെ ഇടയിലൊക്കെ ഭയങ്കര സുന്ദരനാണ് എന്നാണ് ഞാൻ വിചാരിക്കണത്. അവർക്ക് തന്നെ അറിയാം വേട്ടവാളിയാണ്. അവർ വിചാരിക്കണമായിരിക്കും എവിടെ നിന്നോ വന്ന് ഒരു ക്യാമറയും കൊണ്ടുവന്ന് ഇവിടെ കിടന്ന് കാണിക്കണം. അപ്പോൾ ഒരു മാങ്ങ എറിയുന്നു, കല്ല് പറക്കുന്നു ഒക്കെയാണ് പരിപാടി. കണ്ട ഒരുത്തി തലയിൽ ചുമ്മാടും വെച്ചുകൊണ്ട് നിൽക്കണല്ല ഗൈസ്, ചുമ്മാടല്ല ഗൈസ്. ദിസ് ഈസ് അവരുടെ ഹെയർ ആണ്. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ ഹെയർ. ചുമ്മാടെന്ന് നമ്മൾ വിചാരിക്കും കോൺക്രീറ്റിന് വെയിറ്റ് വന്നതെന്ന്. ഹായ് സിസ്റ്റർ, ദിസ് ഈസ് യുവർ ഹെയർ. ഓക്കെ, ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് വിചാരിക്കുന്നത് ഭയങ്കര സെറ്റപ്പ് എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിതെല്ലാം കഴിഞ്ഞ് വന്നതാണ് നമുക്കെല്ലാവരും. യു ടൺ ജസ്റ്റ് ടൺ. ദിസ് ഈസ് ഹെയർ. കാരണം റോബോട്ട് പോലെ ഒന്ന് കറങ്ങുകയാണ്. ഇത് മുടിയൊന്നുമല്ല, ഇവിടെ ഒരുത്തേക്ക് മുടിയില്ല, ഇത് പെണ്ണാണ്. ഇത് മുടിയല്ല, ഇത് കയറാണ്. നമ്മളെ പറ്റിക്കുകയാണ് കേട്ടാ ഗൈസ്. ഇത് കയറാണ്. മൊത്തം ടെൻഷനാവുകയാണ് എനിക്ക്. എന്താ കയറിൻ്റെ ഇടയിൽ എന്തിനൊക്കെ പാറ്റ എലിയൊക്കെ കാണും. ഇവിടെ മുടിയെന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ പ്രണയിനി കാമുകന്മാർക്ക് വാലന്റൈൻസ് ഡേക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതാണ്, വിഗ്ഗാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഏറ്റവും കിടിലം പ്രണയം കൂടുതലാണെന്ന് അറിയിക്കാൻ വേണ്ടി മജന്ത മുടിയാണ് കൊടുക്കുന്നത് വാലന്റൈൻസ് ഡേക്ക്. അവർക്ക് അറിയിടല്ല നമ്മളിതെല്ലാം കഴിഞ്ഞാണ് വന്നതെന്ന്. എനിക്കും ഉണ്ടായിരുന്നു മുടി ഈ നീളത്തിന്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മറ്റേ 2 മണിയന്മാർ സൈക്കിളും കൊണ്ട് എങ്ങോട്ടോ പോയി ഞാൻ അവന്മാരെ തപ്പി പോവുകയാണ്. അവന്മാർ കണ്ണ് വെട്ടിക്കളിയാണ്, ഞാൻ അടി ഉണ്ടായിക്കളയും കേട്ടോ. ഇതാണ് ഇവിടുത്തെ NH ഹൈവേ, നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്ന ഹൈവേ. ഇവിടെ ഉണ്ട്. ഇത് കണ്ട, നോ ടാർ, നോ റോഡ്, നോ വെഹിക്കിൾസ്, ഓൺലി ഇതൊക്കെ തന്നെ. കാണിച്ചിരാ ഇത് റോഡിൽ കിടക്കണം. എണീടാ. ഇത് കണ്ട, ഏറ്റ കാടാണിത്. ഇവിടെ വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കാട്ടിനകത്ത് മുള്ളംപന്നിയുണ്ട്, മാനുണ്ട്, പെരുമ്പാമ്പുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇവിടെ അതാ ഇങ്ങനത്തെ ഈ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായിരുന്നാലും മുള്ളംപന്നി ഒരു ദിവസം കണ്ട് വന്നതിൻ്റെ പിറ്റേന്ന്. മുള്ളംപന്നി ദൂരെ കൂടെ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഓടി വീട്ടിൽ പോയതിൻ്റെ ഇടയിൽ കൂടി മുള്ളംപന്നിയുടെ അച്ഛനും പോയി. അവിടെ ആരുമില്ലായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നു ശശിയായിട്ട്. എന്തായിരുന്നാലും കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു ദിവസം ഞാൻ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. മുള്ളംപന്നിയെയും ഹിപ്പോപ്പൊട്ടാമസിനെയും. ഹിപ്പോപ്പൊട്ടാമസൊന്നും ഇല്ല ഇവിടെ, ചുമ്മാ പറഞ്ഞു. ഹിപ്പോപ്പൊട്ടാമസ് പറഞ്ഞ വഴിക്കുണ്ടായിരുന്നു. ആന ഉണ്ടായിരുന്നു, സിംഹം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ചേട്ടൻ പറ്റിച്ചതെന്ന് പറഞ്ഞൂടാ. ഞാൻ ഉറക്കമായിരുന്നു, നീ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ ഗൈസ്. എന്നെ ഇവിടെ ആഫ്രിക്കയിൽ കൊണ്ടുവന്നിട്ട് എന്നെ മൊത്തം ചതിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ഡിഫറെൻറ്റാണ്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ആഫ്രിക്കയിലെ ആട്. എന്താ ആഫ്രിക്കയിലെ ആട് കണ്ടിട്ടില്ലെന്ന് ഇനി പറയാം എല്ലാവരും. ചെവിയില്ലാത്ത ആടാണ്. ചെവിയുണ്ട്, കുഞ്ഞു ചെവിയാണ്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ആഫ്രിക്കയിലെ കല്ല്. പൊട്ടന്മാർ തന്നെയല്ല എന്നെ കണ്ടോണ്ടിരിക്കുന്നവർ. പിന്നെ ആഫ്രിക്കയിലെ കല്ലിനെ പിന്നെ കല്ലെന്നല്ല പറയാ. ആഫ്രിക്കയിൽ കല്ല് തന്നെ, ഇന്ത്യയിലും കല്ല് തന്നെ. എങ്കിലും ആഫ്രിക്കയിലെ കല്ല് വേറെയാണല്ലേ. ഇവിടെ ബാത്റൂം ഉണ്ടോ? അതാ ഇവിടെ ചെടിയുടെ മറവിലിരിക്കുന്നത്. നിങ്ങളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നെ കിട്ടൂല ഇതിനൊന്നും. ഞാൻ ഇത്ര ഗതികേടാണ് നല്ല വിശാലമായിട്ടുള്ള വിളയിൽ പോകും. അങ്ങനെയൊന്നുമല്ല. ദൈവം സഹായിച്ച് നമ്മൾ നല്ല സെറ്റപ്പിലാണ്. ഇവരുടെ ഇടയിൽ നമുക്കിവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു കാറുണ്ട്, ഇവിടെ ബൈക്കുണ്ട്. എൻ്റെ ചേട്ട ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ വെറുതെ വിസിറ്റിങ്ങിന് വന്നതാണ് ആഫ്രിക്കയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫ്രണ്ട്സിനെ കാണണം. ഇവന്മാരുടെയൊക്കെ ഇവിടെ ഉള്ളമാരുടെയൊക്കെ ഞാൻ ഏത് ഭാഷ സംസാരിക്കാൻ. പിന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാകുമ്പോൾ ഇങ്ങനെ അലച്ചോണ്ട് നടക്കാമല്ല, ആരും ഒന്നും പറയില്ല. എന്തൊരു വേണം പറയാം. എനിക്ക് തോന്നുന്നു എന്നെ പറയാം, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. ചുമ്മാറാണല്ലോ ഞാൻ പറയുന്നത്. എല്ലാം സത്യമാണ് ഗൈസ്. ഞാൻ ചതിക്കില്ല ഗൈസ്. ഞാൻ ഉള്ളിൽ മനസാക്ഷിയുള്ളവരാണ്. അതെൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. ഞാൻ ചതിക്കില്ല ആരെയും. സമ്മതിക്കുന്നത് ടെൻഷനാവുകയാണ് ഗൈസ്. ഇവ എന്നെ ഈ മണിയെ ലുട്ടാക്കിയ പോലെ ഇരിക്കണം. ഇവ എന്നെ
ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം തോറും. എടുക്കാത്തതിലാണ് പോയി കരയണത്. എടുക്കാത്തതിൽ എനിക്ക് ഒരു ദിവസം ഇതിനകത്ത് പോകണമെന്നുണ്ട്. എല്ലാവരും ഇതിനകത്തോട്ട് പോകണമെന്ന് കാണാം. വെള്ളം എടുക്കാനും പരിപാടിക്ക് എന്താണ് പാമ്പുണ്ട്. എനിക്ക് അതാണ് ടെൻഷൻ. ദൈവമേ, എന്തൊരു ഒരു സൗണ്ട് കേട്ടെ. അവ ഓർന്നു. അപ്പം ഞാനും ഓടാം. അതാണ് ബുദ്ധി. അയ്യേ, ഇവനായിരുന്ന ഡേ. ഇതാണ് എന്നെ ടെൻഷനാക്കിയത് ഗൈസ്. അവിടുത്തെ ആട്, കഴുത്തിൽ കിങ്ങിണിയുള്ള ആട്. കഴുത്തിൽ എന്തുള്ള ആട്? കഴുത്തിൽ കിങ്ങിണിയുള്ള ആട്. കിങ്ങിണി. ഓ കലിപ്പാ ഇവനും. അതാ കിങ്ങിണി കാണിച്ചതാ. കിങ്ങിണി എവിടെ? കിങ്ങിണി കിങ്ങിണിക്കാ കിങ്ങിണിക്കാ കിങ്ങിണിക്കാ. ഞാൻ കാണിക്കണേ കണ്ടോണ്ട് പോയി കാണിക്കണാണ്. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ എൻ്റെ ആഫ്രിക്കയിലെ ഒരു ദിവസം തേരാപ്പാര അലയുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ ഞാൻ നിങ്ങളെ പല പല കാഴ്ചകളും കാണിക്കാം. പെരിച്ചാഴിയെല്ലാം പിടിച്ച് ഫ്രൈ ചെയ്ത് തിന്നണ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത് എഡിറ്റ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത പെരിച്ചാഴിയുമായി രായൻസ് ആഫ്രിക്ക നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ബൈ.